ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം എന്തെന്ന് വെച്ചാൽ ഒരു അവിഹിതം. പതിവ് പോലെ തന്നെയാണ്, പതിവ് പോലെ എന്നല്ല, സാധാരണ നമ്മളെ വീഡിയോസ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് അവിഹിതം മാത്രമേ ഉള്ളൂ നമ്മളെ കണ്ടന്റ് ആയിട്ടുള്ളത്. എന്ത് പറയാനാ, ഞങ്ങൾ ചാനൽ തുടങ്ങിയതിന് ശേഷം നിരന്തരമായിട്ടുള്ള അവിഹിതങ്ങളുടെ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കത് ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക. അപ്പം പുതിയൊരു കഥ ഇറങ്ങിയിട്ടുണ്ട്. കഥയല്ല, സംഭവമാണ്. പക്ഷെ ഇത് നമ്മൾ സ്ത്രീയെ മാത്രം കുറ്റം പറയുന്നില്ല, ആ വീഡിയോ എടുത്ത വ്യക്തിയെ കൂടി കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ, എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ എടുത്തോ. ഞാൻ ഒന്നില്ലേ, കാരണം ഒരു മണിക്കൂർ തന്നെ എപ്പോഴാണ് ഇറക്കണത്, കറക്റ്റ് ഒരു മണിക്കൂറാകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. ഞാനൊന്ന് വീട്ടിൽ പോയി ഫുഡ് കഴിച്ച് വരും. ഓക്കെ, അല്ല എനിക്ക് പൈസ കിട്ടാണ്ട് തന്നെ വിടൂല മോളെ. അത് എൻ്റെ ബാപ്പ എൻ്റെ ഉമ്മ അറിഞ്ഞാലും ഞാൻ പൈസ കിട്ടാണ്ട് ഞാൻ വിടൂല. എന്നെ തല്ലാതെ കൊല്ലാതെ നിൽക്കൂല. നേരത്തെ തല്ലിയത് ഓൻ്റെ വർത്താനം കൊണ്ടാണ്. അയ്യ കേട്ടല്ലോ, ഓൻ്റെ വൈഫ് പറയാണ് എൻ്റെ അക്കാക്ക് ഓളെ കൂടെ പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, എനിക്കെന്താ പ്രശ്നമാണ്. ഞാൻ എന്നിട്ട് ആണ്ടാ എനിക്കൊരു പ്രശ്നം ചെയ്താൽ ഓക്കെ കൊടുക്കണമെങ്കിൽ തല്ലാണ്. ഓ എനിക്കെന്താ, ഞാനാ കൊടുക്കും, എന്താ വെച്ചാൽ കട്ടിക്കോ. ഓക്കെ, എൻ്റെ ആരെയും ഞാൻ എൻ്റെ കള്ളവടി വെക്കാൻ പറ്റുന്നോ? എൻ്റെ ആരെയും ഞാൻ ആരെയും അല്ലെങ്കിൽ ഞാൻ വേറെ കല്യാണം പെണ്ണും പോയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ച് എന്നെ ഇങ്ങനെ കീപ്പായിട്ട് കൊണ്ടെടുക്കുന്നത് എൻ്റെ ആരെയും ഞാൻ. അപ്പൊ അതൊക്കെ വിട്ട് നഷ്ടം എനിക്ക് തന്നെയാണ്. എനിക്കിപ്പോ സമാധാനം ഉണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് അവിടെ പോകുമ്പോൾ ആളാരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഇരിക്കുന്ന സ്ത്രീ, നമ്മളിപ്പോ ഒരു സ്ത്രീയെ കണ്ടല്ലോ. ഇവർക്ക് നേരത്തെ ഭർത്താവും മക്കളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. ഇവര് ഈ ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് വേറൊരുത്തന്റെ കൂടെ പോയി. ആ ആളാണ് ഇവിടെ ഇപ്പം ഈ സ്ത്രീയെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവനും അത്ര വലിയ നല്ല പുള്ളിയൊന്നും അല്ല. ഭർത്താവും മക്കളുമുള്ള ഒരു സ്ത്രീയെ അടിച്ചെടുത്തോണ്ട് വന്നവനാണ് ഇവൻ. അപ്പോ ഈ സ്ത്രീ ഇപ്പൊ വേറൊരാളുടെ കൂടെ കറങ്ങാനും അല്ലെങ്കിൽ വേറൊരാളുടെ കൂടെ മറ്റു പല ആവശ്യങ്ങൾക്കുമായിട്ട് പോയപ്പോ ഇയാള് അത് കണ്ടുപിടിച്ചു. പിന്നീട് ഒരു ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ഇതിൽ ഒരുപാട് ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആണ്. ഇതിന്റെ ഇടയ്ക്ക് അടിയും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കാം. നമ്മൾക്ക് കുറച്ച് ക്ലിപ്സ് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ക്ലിപ്സ് തന്നെയാണ് നമ്മളിവിടെ വെച്ച് സംസാരിക്കുന്നത്. ഈ സ്ത്രീയെ മാത്രം നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. ഈ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ അത്ര നല്ലവനൊന്നുമല്ല. അവന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അറിയാം വിഹിതം കിട്ടാത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെയല്ല, അവന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അറിയാം അവൻ വലിയ പ്രായവും കാര്യങ്ങളുള്ള ഒരു പയ്യനല്ല, ഒരു പയ്യനാണ്. അവൻ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടുള്ള ആളല്ല. അത് നമ്മൾ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഇവൻ ആ സ്ത്രീയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആരാണ് ഞാൻ, എനിക്ക് നിന്നെ 2 വർഷമായിട്ട് നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നതല്ലേ, നിന്റെ ചെലവും കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നതല്ലേ, എന്നിട്ട് എന്നെ പോരാഞ്ഞിട്ടാണോ നീ വേറൊരുത്തന്റെ കൂടെ പോയെന്നുള്ളത്. അപ്പം ഇതിന് ശേഷം കാറിൽ ഇരുന്നും കൊണ്ട് ഇവൻ ഇവിടെ ചോദ്യം ചെയ്യുന്ന ഒരു ക്ലിപ്പ് ഉണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം. എനിക്ക് ഞാൻ വേണോ പറയേ. വേണ്ട. അപ്പൊ ഞാന് പറഞ്ഞോ, വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം. വേണ്ട, ഓക്കെ. ഓനും വേണ്ട, ഞാനും വേണ്ട. ഇതുവരെ എന്നായിട്ട് റിലേഷൻ ആയിരുന്നോ? എന്റെ കയ്യിൽ നിന്ന് 10-40 രൂപ വാങ്ങിനോ? എന്നെ സ്നേഹിച്ചതിനെ കൊണ്ടല്ല എന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിയേ, എന്റെ ചെലവൊക്കെ നോക്കിയേ ആണോ? എത്ര വട്ടം എന്റെ കൂടെ കിടന്നു പറ? ഈ പസലിന്റെ വട്ടം എത്ര വട്ടം കിടന്നു? 3-4 വട്ടം. എവിടെ വെച്ചിട്ട്? ഇനി പേടിപ്പിച്ചിട്ട് പറയിക്കുന്നൊക്കെ പറയും, അതൊക്കെ എന്റെ കാര്യം. എവിടെ വെച്ചിട്ട്? പെരിന്തൽമണ്ണ. ഏത് ഈ അന്ന് പോയ ഓടിച്ചാണോ? പിന്നെ ഏതിലോടിച്ചു? ഏതിലോടിച്ചു പറയും? പറയടി. ജോലിയെ കേസ് കൊടുക്കും, ഒരു കേസ് കൊടുക്കും. കാരണം ആ ഞൊണ്ടി സപ്പോർട്ടാണ്. പിന്നെ നീ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വേണ്ടത് അങ്ങനെയല്ലോ. ഇത് പറ, എത്ര വട്ടം എവിടെ വെച്ചിട്ട്? അല്ലെങ്കിൽ ഞാൻ തല്ലും. പറയും. ഞാന്ന് പോയിനാ മിസ്സെത്തണോ? ഉറപ്പാണോ? ഞാൻ പോയിനോ ഇല്ലേ? പോയിക്കണോ ഇല്ലേ? പറയേ. ഞാന്ന് പോയിക്കണോ ഇല്ലേ? പോയി. എവിടെ വെച്ചിട്ട്? തൃശ്ശൂര്. ഏതിലോടിച്ചു? അവൻ കൊണ്ടേതാണ് എന്നെ. ഏതിലോടിച്ചെന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞ് 2 കുട്ടിയില്ല എനിക്ക്. ഓനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ഓന്റെ കൂട്ടുകാർ പറഞ്ഞ വോയിസ് നീ കേട്ടില്ലേ? ഓന്റെ പണി ഏതാണെന്ന് കേട്ടില്ലേ? അതിന്റെ നെക്സ്റ്റ് പണി നോക്കിയവനല്ലേ? എല്ലാ എവിഡൻസും തന്നില്ലേ? ഇപ്പൊ വിളിച്ചപ്പോൾ പറഞ്ഞെന്താണ്? എന്നെ തല്ലുന്ന കേട്ടിട്ടോ പറഞ്ഞെന്താണ്? ഈ എന്താ ചെയ്തോ? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യേണ്ടി? എന്റെ 43,000 രൂപ
2 കൊല്ലത്തോളം ആവാനായില്ല അല്ലെ? നമ്മള് ഈ 2 കൊല്ലം എന്നെ കൂടെ ഒന്ന് ചതിച്ചു. കാല് പിടിച്ചാൻ പറഞ്ഞതാണ് എന്നോട്, അനക്ക് പോലെ വേണോ ഈ പൊയ്ക്കും. എന്നിട്ടും എന്റെ കൂട്ടുകാർക്ക് വിളിച്ചെങ്ങാണ്ട് എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം, വാങ്ങിച്ചു കൊടുക്കണം. ഓന്റെ കൂടെ മെഞ്ഞാന്ന് പോയി കിടന്നിട്ടും അല്ലേ? അപ്പൊ ഇജ്ജ് പറയാം എനിക്ക് കാമത്തിന്റെ പ്രശ്നമാണ്. എന്താണ് എന്റെ പ്രശ്നം? പറ, ഇജ്ജെന്നെ പറ. എനിക്ക് എന്റെ പ്രശ്നം എന്താണ്? കാമാണോ? എന്റെ വീട്ടിൽ നിന്ന് കടിച്ചു പുറത്താക്കിയല്ലേ ചാടി പോയിട്ട്? എല്ലാം അറിഞ്ഞിട്ട് എന്നെ സ്വീകരിച്ചില്ല ഞാൻ, കല്യാണം കഴിയാത്ത ഞാൻ. അപ്പൊ എന്റെ പ്രശ്നം എന്താണ്? കാമം. പറയാനുള്ള അവസരങ്ങളാണിത്. ഫസലിന്റെ കൂടെ സെക്സ് ഇല്ല എന്നല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ സംസാരിക്കും, യാത്രയും. അതാണ് അതില് സെക്സും ഇതിനല്ലേ നമ്മള് പറയണത് ബെട്ടിന്ന്. ഇത് പറയേ, ഇവന്റെ നാട്ടിൽ എല്ലാവർക്കും കിട്ടും. എന്റെ ഏട്ടനിക്കും എന്റെ അമ്മക്കും എന്റെ കുട്ടിയുടെ കാണും. നന്നെ നീ തല്ലൂല. എനിക്ക് വേണ്ടിയൊക്കെ പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. കൂടെ ഒന്ന് ചതിക്കുമ്പോൾ ആലോചിക്കണം. എന്റെ FB തന്നെ അത് പോസ്റ്റ്. കൂടെ ഒന്ന് ചതിക്കുമ്പോൾ ആലോചിക്കാൻ ലഭിച്ച വേറെ ഓപ്ഷൻ ഇല്ല. അതിന്റെ ജീപ്പിൽ ഇപ്പൊ എത്ര പൈസ ഉണ്ട്? സത്യം പറയാം, അപ്പൊ നോക്കും. അറിയും അതിൽ കൂടുതലുണ്ടെങ്കിലും ഫസലിൽ പൈസ നീ തോന്നി നിനക്ക്? ഉറപ്പൊന്നുമില്ല, ഞാൻ ചെക്ക് ചെയ്യും. GP എല്ലാം ചെക്ക് ചെയ്യും, വീഡിയോ എടുത്ത് ഒക്കെ ചെക്ക് ചെയ്യും. പൈസ നീ അയച്ചാ? ഉറപ്പ് അയച്ചിട്ടില്ല? തിരിച്ചു കൊടുത്ത കയ്യിലുണ്ടാവല്ലോ? ഉണ്ടാവില്ല? തിരിച്ചു കൊടുത്ത ഉണ്ടാവും? അയച്ചോട്ടെ. എവിഡൻസ് ആണിത്. ഉണ്ടാവും, പറയും. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം. അല്ലെങ്കിൽ ഈ വീഡിയോ എടുക്കുന്ന ഈ വ്യക്തിക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന? കാരണം 2 മക്കളും ഒരു ഭർത്താവിനും ഉള്ള ഒരു സ്ത്രീയെ അടിച്ചുകൊണ്ട് പോന്നിട്ട് ഇമാതിരിയുള്ള ചോദ്യം ചോദിക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇത്രയും ആ കുട്ടിയെ ഇങ്ങനെ ഫേമസ് ആക്കാൻ വേണ്ടിയിട്ട് ഇയാളെ ഫോട്ടോയും കൂടെ ഇയാളെ മുഖം കൂടെ ഒന്ന് കാണിക്കേണ്ടത്. എന്താണ് നിന്റെ ഫോട്ടോയും കൂടെ നിന്റെ മുഖം കൂടി കാണിക്കാത്ത? എന്താ? നീ ഭർത്താവും മക്കളും ഉള്ള ഒരുത്തിനെ അടിച്ചോണ്ട് വന്ന് അവള് വീണ്ടും വേറെ ഒരുത്തന്റെ കൂടെ പോയി, നീ അതെടുത്ത് വീഡിയോ ആക്കി എടുത്ത് വെച്ച് നീ നിന്റെ ഫോട്ടോയും കൂടി കാണിക്കാത്ത എന്താ? എങ്കിലല്ലേ എല്ലാവർക്കും അത് കാണാനായിട്ടൊരു ത്രില്ല് ഉണ്ടാവത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല കേട്ടോ. നീ നിന്റെ ഫോട്ടോയും കൂടി ഇനി ഉടനെ തന്നെ അടുത്ത വീഡിയോ നീ എടുക്കുന്ന സമയത്ത് നീ നിന്റെ ഫോട്ടോയും കൂടി എടുക്കണം. നീ എന്തായാലും അവർക്ക് നല്ല അടിയും കാര്യങ്ങളും തല്ലും ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. കാരണം ഇത് ഇത്രയൊന്നും അല്ലല്ലോ ഈ വീഡിയോ, കുറെ ഉണ്ട്. അപ്പോഴേ എന്തായാലും നീ നിന്റെ സുഖേടെല്ലാം തീർത്ത് കാണും അവളുടെ ദേഹത്ത്. ഓക്കെ, ഭർത്താവും മക്കളും ഉള്ള ഒരുത്തിനെ വിളിച്ചോണ്ട് വന്ന് അവള് വീണ്ടും വേറൊരുത്തിന്റെ കൂടെ പോയി. പിന്നെ ആ ചേച്ചി പിന്നെ വലിയ തെറ്റും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. ചേച്ചി വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഇല്ല, ഞാൻ 3-4 വട്ടം മാത്രമേ പോയിട്ടുള്ളൂ, ഞങ്ങൾ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങാൻ പോകും, പിന്നെ ലോഡ്ജിൽ റൂം എടുക്കും, പിന്നെ അതിന്റെ കൂട്ടത്തിൽ പല കാര്യങ്ങളൊക്കെ അങ്ങ് കഴിഞ്ഞു പോകും. ആ ഒരു വിധത്തിലാണ് ചേച്ചി സംസാരിച്ച് വെച്ചിരിക്കുന്നത്. ചേച്ചിക്ക് അതൊരു വലിയ തെറ്റായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പൊ പിടിച്ചത് കൊണ്ട് ഇത് അറിഞ്ഞേ, ഇല്ലെങ്കിൽ അറിയത്തില്ലായിരുന്നു, അത് വേറെ കാര്യം. പിന്നെ നിനക്കിത് കിട്ടണോടാ, നിനക്കിത് കിട്ടണം. എന്തെന്ന് മനസ്സിലായോ? നീ ഇവളുടെ ആദ്യത്തെ ഭർത്താവിന്റെ വിഷമം നീ ഇപ്പൊ മനസ്സിലാക്കണം. പക്ഷെ നീ കല്യാണമൊന്നും കഴിക്കാത്ത ഒരുത്തനായതുകൊണ്ടും ഇതിപ്പോ ഒരു സെറ്റപ്പ് ആക്കി വെച്ചുകൊണ്ട് പോകുന്ന ഒരുത്തനായതുകൊണ്ടും നിനക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഒഴിവാക്കി വിടാനായിട്ട് സാധിക്കും. പക്ഷെ എന്നാൽ നീ ആ മനുഷ്യന്റെ നെഞ്ചിലെ വേദന അത്രയ്ക്കൊന്നും നിനക്ക് പറ്റത്തില്ല. പക്ഷെ എന്നാലും ആ ഒരു വേദന നിനക്ക് ചെറുതായിട്ടെങ്കിലും കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിന്റെ പൈസ, നിനക്ക് വേറെ ഒരു പണിയും ഇല്ലേ? വേലയെടുക്കുന്ന പൈസ കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് നിനക്ക് വേറെ ഒരു പണിയില്ലേ? 42,000 രൂപ കൊണ്ടുപോയി കൊടുത്തെന്ന്. അതും കൂടാഞ്ഞിട്ട് അവളെ ചെലവും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് അവനാണെന്ന്. എന്നിട്ട് അവൾക്ക് അതും പോരാഞ്ഞിട്ടാണ് വേറെ ഒരുത്തന്റെ കൂടെ പോയത്. നീയും കൊള്ളാം, അവളും കൊള്ളാം. ഈ വീഡിയോ എടുക്കുന്ന നീ പുണ്യവാനൊന്നും അല്ല. പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. ആണുങ്ങളായിട്ടുള്ളവരും ഇതില് തെറ്റുകാർ തന്നെയാണ്. ഇപ്പൊ ഈ ഒരു ഇതില് ഇവനും തെറ്റുകാരനാണ്, അവളും തെറ്റുകാരിയാണ്. നീ ഒരുത്തന്റെ കൂടെ ഇറങ്ങി പോയെങ്കിൽ നീ അവന്റെ കൂടെ മര്യാദക്ക് ജീവിക്കണം. അവൻ മോശക്കാരനാണെങ്കിൽ നീ പിന്നെയും ചാടിക്കോ. ചാടണമെന്നൊന്നും ഞങ്ങൾ നിർബന്ധമായിട്ട് പറയുന്നതല്ല, അതൊക്കെ അവരവരുടെ ഇഷ്ടം. പക്ഷേ ഇവന്റെ സംസാരത്തിൽ നോക്കുമ്പം കൊണ്ടുവന്നു ചിലവും കാര്യങ്ങളൊക്കെ നോക്കി കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത് തോന്നുന്നു. ഒരു കീപ്പായിട്ട് വെച്ചോണ്ട് പോകാം. നാളെ അവന്റെ വീട്ടുകാർ അവനൊരു കല്യാണമൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഉപേക്ഷിച്ചിട്ട് പോകാവുന്നതേ ഉള്ളൂ. ഒരു കീപ്പ്, ഒരു സെറ്റപ്പ്, ആ ഒരു രീതിയിലാണ് അവൻ ഇതിനെ കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നീ നല്ലവനല്ലല്ലോ. നേരത്തെ വീഡിയോ പറഞ്ഞതുപോലെ ഈ പയ്യന്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല, കശത്തിരുന്നതും പോവുകയും ചെയ്ത്. എന്തായാലും ഈ പയ്യന്റെ കാര്യം വളരെ കഷ്ടമാണ്. ഇതിന്റെ ഫാമിലി, ഈ പയ്യന്റെ വീട്ടുകാരെന്ത് കരുതും? അല്ല, അവന്റെ മുഖം കാണിച്ചിട്ടില്ലല്ലോ, സൗണ്ട് കേൾക്കുമ്പോ പിന്നെ ചിലപ്പോൾ മനസ്സിലാവൂലേ? എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് പയ്യന്മാരുണ്ടായിരിക്കും. അവരൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ഇതുപോലുള്ള സെറ്റപ്പിനെയൊക്കെ വെച്ചിരിക്കുമ്പോഴത്തേക്കും ഒരു ദിവസം നമ്മളെ തേച്ചിട്ട് പോവും.
നമുക്ക് സമയവും പണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നഷ്ടമാവുന്നത് നമുക്കാണെന്ന് കരുതിക്കൊള്ളണം. ഓക്കെ, അപ്പൊ ഈ വീഡിയോയെ കുറിച്ച് ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല. കാരണം എവിടെ നോക്കിയാലും അവിഹിതം മാത്രമേ ഉള്ളൂ. എന്ത് പറയാനാണ്? കേരളത്തിൽ മൊത്തം ഇപ്പൊ അവിഹിതം ഇങ്ങനെ നിരന്ന് അങ്ങനെ കിടക്കുകയാണ്. എന്തുമാത്രമെന്ന് വെച്ചിട്ട് നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.